റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൻ നൂറിലെ 18 ആയത്തുകൾ അർത്ഥസഹിതം നമ്മൾ കാണാതെ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി 19-ാമത്തെ ആയത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. 19-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. 19-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്നല്ലദീന, അവിടെ സദ്ദുള്ള നൂനാണ്. ആ സദ്ദുള്ള നൂനിന് ഉന്നത്ത് കൊടുത്തുകൊണ്ട് ഓതണം. അൻതശിയ, അവിടെ അൻതശിയ എന്നുള്ളിടത്ത് സാക്കിനായ നൂനിനെ ഉച്ചരിക്കാൻ പാടില്ല. അൻ എന്ന് പറയാൻ പാടില്ല. എന്ത് ചെയ്യണം? അവിടെ ഇഹ്ഫായ് ചെയ്യണം. ഇഹ്ഫായ് ചെയ്യുക പറഞ്ഞാൽ ആ സാക്കിനായ നൂനിനെ, അതായത് സുക്കൂനുള്ള നൂനിനെ എന്ത് ചെയ്യണം? അവ്യക്തമാക്കണം. ഇഹ്ഫായ് ചെയ്യാറുണ്ട്, വ്യക്താക്കാൻ പാടില്ല. എന്നിട്ട് അവിടെ ഉന്നത്ത് കൊടുക്കാം, മണിക്കാൻ വേണ്ടത്. ആ തശീഅ എന്നാ പറയണ്ടേ, അൻ എന്ന് പറയാൻ പാടില്ല. ആ നൂനിന്റെ സ്ഥാനത്ത് നൂനിനെ ഇഖ്ഫായ് ചെയ്തിട്ട് ഉന്നത്ത് കൊടുക്കുക. പിന്നെ അദാബുൻ അലീം, അവിടെ അദാബുൻ എന്ന തൻവീനെ വ്യക്തമാക്കണം. കാരണം ശേഷം ഹംസയാണ്. അപ്പം ലഹും അദാബുൻ അലീം. ഇനി അലീമും ഫിദ്ദുനിയ, അവിടെ അലീമുൻ എന്ന തൻവീനിനെ ശേഷം ഫ ആയതുകൊണ്ട് ഇഖ്ഫാഉ ബിഗുന്നയാണ്, വ്യക്താക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? അദാബുൻ എന്നുള്ളിടത്ത് ആദ്യത്തെ അദാബുൻ എന്ന തൻവീന് വ്യക്താക്കണം. കാരണം എന്താണ്? അവിടെ ശേഷ ഹംസ വന്നുകൊണ്ട് അലിഫാണ്. എന്നാൽ അലീമുൻ എന്ന തൻവീന്, അലീമുൻ എന്ന ആ തൻവീന് വ്യക്താക്കാൻ പാടില്ല, എഫ് ആണ്. കാരണം ഫാ വന്നുകൊണ്ട് അലീമോ ഫിദ്ദുനിയ എന്നാ പറയേണ്ടത്. പിന്നെ വല്ലാഹു യഅലമു വഅൻതും, അവിടെ ഇഖ്ഫാഉ ബിഗുന്നയാണ്. കാരണം സാക്കിന നൂൻ ശേഷം താ വന്നു, അവിടെ ഇഖ്ഫാഉ ബിഗുന്നയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അപ്പോൾ ആയത്ത് ആവർത്തിച്ച് ഓതുക, കാണാൻ പഠിക്കുക, കൂടെ ഓതണല്ലേ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع
تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. പഠിക്കാൻ പോകുന്ന ആയത്ത് വളരെയധികം കാലിക പ്രസക്തമായ ഒരു ആയത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ട ചില വിഷയങ്ങൾ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നു എന്നതാണ്. അതായത് പിന്നെ ഈ ഫാഹിഷത്ത് വല്ലാതെ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാഹിഷത്ത് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതല്ല പരക്കെ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും. നല്ലതിന് ആളുകളെ കിട്ടൽ വളരെ കുറവാണ്. അതേ സമയത്ത് എല്ലാ തോന്നിവാസങ്ങൾക്കും എല്ലാ അധർമ്മങ്ങൾക്കും ഇന്ന് വ്യാപകമായ സ്വീകാര്യതയും പ്രചാരണവും ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്തിലെ കണ്ടന്റ് ഒന്നതാണ്. അപ്പം ഇന്ന് ഈ പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഫാഹിഷത്തുകൾ പെട്ടെന്ന് പരക്കും, വ്യാപിക്കും. അപ്പം അത് വളരെ ഗൗരവത്തിലാണ് അല്ലാഹു പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുള്ള ചില കാര്യങ്ങളുണ്ട്. ഖുർആനിൽ അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഇഹലോകത്തും ശിക്ഷ പരലോകത്തും ശിക്ഷ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെയുള്ള വ്യാപകമായി ഇല്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു വ്യക്തിനെ പറ്റിയാവും, ഒരു കുടുംബത്തെ പറ്റിയാവും, ഒരു നാടിനെ പറ്റിയാവും, ആരെ പറ്റിയാവട്ടെ, അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് എന്നാണ് അല്ലാഹു ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ നീചകൃത്യങ്ങൾ, തോന്നിവാസങ്ങൾ. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലൈംഗികമായ വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ആയത്തായിട്ട് ബന്ധപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച അപവാദമാണ്. അപ്പം ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ, ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ ജീവിതം തകർക്കാൻ, കുടുംബങ്ങൾ തമ്മിൽ തകർക്കാനൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു അവിഹിത പ്രചാരണം നടത്തുക എന്നതാണ്, ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫാഹിഷത്തിൽ പെടും, ഒരുപാട് കാര്യങ്ങൾ പെടും. അപ്പം അത് പ്രചരിപ്പിക്കുന്ന ഒരാളായി നമ്മളെക്കൊണ്ട് ഒരു കുടുംബം തകരുക, നമ്മളെക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാവുക, നമ്മളെക്കൊണ്ട് ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറേ ആളുകൾ കൂടി ചെയ്യുന്നൊരു കാര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളാ കണ്ടതൊന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു വിരൽ കൊണ്ട് മാത്രമായിരിക്കും. ആ വിരലാണ് അല്ലതി യുസവ്വിയ ബനാന എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ, വിരൽ തുമ്പുകളെ ശരിയാക്കിയ റബ്ബ് എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ നീക്കുന്ന ആ ഒരു ചിലപ്പോൾ വിരൽ തുമ്പായിരിക്കും എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഫാഹിഷത്ത് പ്രചരിപ്പിക്കുക. കാരണം തൊള്ളോണ്ട് ഫാഹിഷത്ത് പ്രചരിപ്പിക്കും, പറഞ്ഞിങ്ങാണ്ട്. ഇനി പറഞ്ഞിങ്ങാണ്ടല്ല, ആദ്യകാലം ഈ ആയത്തിറങ്ങണ കാലത്തൊക്കെ ഫാഹിഷത്ത് എങ്ങനെ പ്രചരിപ്പിക്കുക? തൊള്ളോണ്ടാണ് അല്ലേ? ഈ ആയത്തിറങ്ങണ കാലത്തൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുക തൊള്ള കൊണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ കാണുമ്പം, അല്ലെങ്കിൽ ഒരു കുടുംബത്തേക്ക് വിരുന്നില്ലുമ്പം, അല്ലെങ്കിൽ ഒരു കച്ചവട സംഘം വരുമ്പം ആ കച്ചവട സംഘത്തിനോട് ഇവിടുത്തെ കാര്യങ്ങൾ പറയും. ആ കച്ചവട സംഘത്തിലെ ആൾക്കാർ പോയിട്ട് ആ നാട്ടിൽ പോയിട്ട് ഇവിടുത്തെ ഫാഹിഷത്ത് അവിടെ പോയി പറയും. അങ്ങനെ അന്ന് പ്രചരിച്ചിരുന്നത്. ഇന്ന് ലോകം മുഴുവനും നമ്മളെ തൊള്ളോണ്ട് പറയണമെന്നില്ല, ഒരു വിരൽ സംസാരിക്കുന്ന കാലമാണ്, വിരൽ തുമ്പുകൾ സംസാരിക്കുന്ന കാലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹ് പറയാണ്, ഈ ലോകത്തും ശിക്ഷ
നാളെ പരലോകത്തും ശിക്ഷ എന്ന് പറഞ്ഞ വിഷയം വളരെ ഗൗരവത്തിൽ അള്ളാഹു വിശദീകരിക്കുന്ന, നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ആ ആയത്ത് ഓതുക എല്ലാവരും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം ഫിദ് ദുനിയാ വൽ ആഖിറതി വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നമ്മൾ ഒരു ആയത്ത് പഠിക്കുമ്പോൾ ആദ്യം ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്യാൻ പഠിക്കണം. നിയമങ്ങളനുസരിച്ച് അത് ഓതാൻ പഠിക്കണം. പിന്നെ അതിലെ പദങ്ങളർത്ഥം, അതിൻ്റെ വേർഡുകളർത്ഥം പഠിക്കണം. പിന്നെ ആയത്തിൻ്റെ ആശയം പഠിക്കണം. പിന്നെ അതിൻ്റെ വിശദീകരണം പഠിക്കണം. ആയത്ത് തദബ്ബുർ ചെയ്യണം. അതാണ് നമ്മൾ ഖുർആൻ പഠനത്തിൻ്റെ ശൈലി. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ എപ്പോഴും ഓർക്കണത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മരണസമയത്തും യൗമുൽ ബഅസ് പുനരുദ്ധാരണ നാളിലും നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷവും ചോദിക്കുന്ന ഒരേ ചോദ്യമുണ്ട്. എന്താ അറിയോ? മരണസമയത്തും ആ ചോദ്യമുണ്ട്. നമ്മൾ മഹ്ശറയിൽ പുനരുദ്ധാരണ നാളിൽ എഴുന്നേൽപ്പിച്ച് വരുമ്പോഴും ആ ചോദ്യമുണ്ട്. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം നരകക്കാരോടും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരേ ചോദ്യം 3 സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏതാ അറിയോ? ഏതാണ് ആ ചോദ്യം? അലം തക്കുൻ ആയാതി തുത്ല അലൈക്കും, ഖുർആനിലെ എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേന്ന്. നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നില്ലേന്നല്ല, ഖുർആൻ ഓതൽ വേറെ കാര്യം, ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേന്നാണ്. എന്താണ് ഓതിക്കേൾപ്പിക്കപ്പെടലും ഓതലും തമ്മിൽ വ്യത്യാസം എന്താ? ഓതുക എന്ന് പറഞ്ഞാൽ വായിക്കാന്നാണ്, അല്ലേ? ഓതി കേൾപ്പിക്കപ്പെടുക പറഞ്ഞാലോ പഠിക്കലാണ്. ഓതി കേൾപ്പിക്കപ്പെടുന്ന ഖുർആൻ പഠിക്കലാണ്. അത് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നാ ചോദ്യം. നിങ്ങൾ ഖുർആൻ പഠിച്ചില്ലേ എന്നാണ് ആ ചോദ്യം. നിങ്ങൾ ഖുർആൻ ഓതിയില്ലേന്നല്ല. ആരാ വായിക്കലാരാ? ഇപ്പം ഇവർ നമ്മളെ ഇപ്പം മലയാള പത്രം പെരിയിൽ വരും, അല്ലേ? എന്തിനാ മലയാളം വായിക്കാൻ നമുക്ക് അറിയാം. എന്നാൽ ചില പേരിൽ ഇംഗ്ലീഷ് പത്രം വരില്ലേ? ആ ഇംഗ്ലീഷ് പത്രം വരണമെങ്കിൽ എന്ത് വേണം? ഇംഗ്ലീഷ് അറിയണോൻ അവിടെ വേണ്ടേ, അല്ലേ? ഇപ്പൊ ഖുർആൻ വായിക്കലാരാ? വായിക്കേണ്ടത് ആരാ? ഇത് അറിയണോനാ വായിക്കണ്ടേ. അപ്പൊ ഞമ്മക്കാർക്കും വായിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞ അർത്ഥതല്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? പരമാവധി നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കണം. ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ട് ഒരു സൂറത്തുകൾ ഓതി നോക്കി, മനസ്സ് മാറൂല. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിച്ചും കണ്ട് നിസ്കരിക്കാൻ നിന്ന് നോക്കി, മനസ്സ് മാറൂല, ചിന്ത പോവൂല, ചിന്ത തെറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അപ്പൊ നമ്മളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേന്നാ. നിങ്ങൾ സൂറത്തുൽ മുഅ്മിനൂൻ ഒന്ന് മറിക്കി, തൊട്ട് മുന്നിലെ സൂറത്ത് മറിക്കി, മുഅ്മിനൂൻ. അതിൽ 66, 67 ആയത്ത് വായിക്കാൻ. തൊട്ട് മുന്നിലെ സൂറത്ത്. ഇപ്പൊ സൂറത്ത് നൂർ 24-ാമത്തെ സൂറത്തല്ലേ? അതിന്റെ മുന്നിലെ സൂറത്ത് 23. 2 പേജാണ്ട് ബാക്കൊക്കെ മറിച്ചാൽ മതി, അപ്പൊ കാണാം. 66-ഉം 67-ഉം ഓതിക്കോളി. قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون
تنكصون مستكبرين به سامرا تهجرون. അല്ലാഹ് പറയണത് കത് കാനത്തിലേക്കും തീർച്ചയായും നിങ്ങളായിരുന്നു. കത് കാനത്ത് ആയാത്തി തുത്തില അലൈക്കും, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്കുമേൽ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. കാനത്ത് എന്ന് ആയിരുന്നു എന്നാണ്. കത് തീർച്ചയായും നിങ്ങൾക്കുമേൽ എൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. ഓതി കേൾപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് മേൽ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഫകുൻതും അലാ ആഖാബിക്കും തൻകിസൂൻ, നിങ്ങൾ നിങ്ങളുടെ മടമ്പുകൾ മുന്നിലേക്കാക്കിയിട്ട് നിങ്ങൾ തിരിഞ്ഞു പോവുക ചെയ്തതെന്ന്. മടമ്പ് എപ്പോഴാണ് ഒരാളെ മുന്നിലായാല്? മടമ്പ് എപ്പോഴാണ് ഒരാളെ മുന്നിലാവല്? നിങ്ങളെ മടമ്പിന്റെ മുന്നിലാവല് എപ്പോഴാ? നിങ്ങൾ തിരിഞ്ഞു പോകുമ്പോഴല്ലേ? അള്ളാഹു അതാ പ്രയോഗിക്കണത്. നിങ്ങൾ മടമ്പുകാലികളിലായി തിരിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെയൊക്കെ പോണെങ്കിൽ എന്ത് വേണമെന്നറിയാം? എല്ലാവർക്കും അതിനൊന്നും പറ്റൂല. മുസ്തക്ബിരിന, അഹങ്കാരികൾക്കേ പറ്റുള്ളൂ. അഹങ്കാരം നടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്. ബിഹി സാമിറൻ, മാത്രല്ല ഖുർആനെ പറ്റി രാക്കഥകൾ പറഞ്ഞു മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് ഖുർആനിന് പകരം പിന്നെ ഉണ്ടാകുന്നതൊക്കെ എന്താ പറയുക? രാക്കഥകളാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഖുർആന് പകരം ഉണ്ടായ പിന്നെ ഈ മാലി മൗലൂദും റാത്തീബും അദ്ദാദും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ എടുത്തു കയ്യിലൊക്കെ എന്താ ഉള്ളത്? കുറേ കഥകളാണ്, കുറേ ഭാവനാ സൃഷ്ടികളാണ്. മനസ്സിലായില്ലേ? ഇല്ലാത്ത കുറെ കാര്യങ്ങൾ, ഉള്ള കുറച്ച് കാര്യങ്ങൾക്ക് മേലെ ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ രാക്കഥകൾ. ഈ രാക്കഥ എന്ന് പറഞ്ഞാ രാക്കഥകൾ പറയാന്ന് പറയാം സാമിറൻ എന്നാണ്. രാക്കഥ എപ്പോഴാ പറയല്? ഈ രാക്കഥ പറഞ്ഞ പണ്ട് ഉമ്മാര് കുട്ടിയേക്ക്, ഇന്നിപ്പോ ഒരു കഥയില്ല, ഉമ്മാർക്കും കഥയില്ല, മക്കൾക്കും കഥയില്ല. ഇന്നിപ്പം കഥ പറഞ്ഞ ഉമ്മാരാരാ ഉള്ളത്? പണ്ട് കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി എന്ത് പറയും? ഉമ്മ കഥ പറയും. കഥ പറഞ്ഞാലേ കുട്ടി ഉറങ്ങുള്ളൂ. അവസാനം ഉള്ള കഥ ഉമ്മനും പറഞ്ഞു തീർന്ന് പിന്നെ അവസാനം ഉമ്മാന്റെ വക കഥ ഉണ്ടാക്കും. ഉമ്മ ഉണ്ടാക്കിയിട്ട് കഥ പല കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കും. ആ കഥകളൊക്കെ ശരിക്കും എഴുതി വെക്കുകയാണെങ്കിൽ ഉമ്മാരൊക്കെ ഭയങ്കര കഥാകൃത്തുക്കളായി ഉണ്ടാവും. ഭാവനയിൽ കഥ ഉണ്ടാക്കിയിട്ട് ഉമ്മാര് പറയും. കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി രാക്കഥകൾ എന്ന് പറഞ്ഞാൽ ഭാവനയിൽ ഉണ്ടാക്കണം. അപ്പൊ ഖുർആനിന് പകരം പിന്നെ വന്നതൊക്കെ എന്താണ്? രാക്കഥകളായിരുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങൾ മടമ്പിൽ തിരിച്ചു പോയി എന്നാ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇത് നിങ്ങൾ കണ്ട തൊട്ടടുത്ത ആയത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. തൊട്ടടുത്ത ആയത്ത് എന്താണ്? അഫലം യദ്ദബ്ബറുൽ ഖൗല. ഈ അൽ ഖൗൽ ഖുർആനാട്ടാ. അൽ ഖൗൽ എന്താണ്? ഖുർആൻ നിങ്ങൾ തദബ്ബുർ ചെയ്തിരുന്നില്ലേ എന്നാണ്. എന്താ ചോദ്യം? ഖുർആൻ നിങ്ങൾ തദബ്ബുർ ചെയ്തിരുന്നില്ലേ എന്ന്. അപ്പൊ ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ച് ഖുർആൻ തദബ്ബുർ ചെയ്യുന്ന അവസ്ഥ വരണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി ഇതേ സൂറത്തിൽ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പിന്നെ ബാക്കിലേക്ക് മറിച്ചു നോക്കി. 99-ാമത്തെ ആയത്ത് മുതലൊന്ന് വായിച്ചു നോക്കി. 99-ാമത്തെ ആയത്ത് മുതൽ കണ്ടില്ലേ? ഓതിക്കോളി. ഭയങ്കരമായ നമുക്കൊരു ഈമാനുള്ളൊരു മനുഷ്യന് വല്ലാതെ ഫീൽ ചെയ്യുന്നൊരായത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ മരണമാണ് ഈ പറഞ്ഞത്. ആരെ മരണം? മരണം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെയുള്ള ആൾക്കാരെ മരണം ചിന്തിക്കുക. നമ്മളെ മരണം, സ്വന്തം മരണം, അവനവന്റെ മരണമാണ്. നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരാണ്, നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ എപ്പോഴും സംഭവിക്കാം. അവനവന്റെ മരണസമയത്തെ കുറിച്ച് പറയുന്നൊരായത്താണ്. ഈ ആയത്ത് ഇതിന്റെ ആശയം അറിഞ്ഞിട്ട് നമ്മൾ ഊതിയാൽ വല്ലാതെ ഒരു വിശ്വാസിക്ക് ഫീൽ ചെയ്യുന്നൊരായത്താണ്. അപ്പൊ ആ ഒരു നമ്മുടെ മരണം, നമ്മൾ മരിക്കണ ആ ഒരു സമയത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്.
فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون അലം തക്കുൻ ആയാത്തി തുത്ല അലൈക്കും, അതാ പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ ആയത്തുകൾ നിങ്ങൾക്കുമേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭമാണ് ഇത്. നരകത്തിൽ എറിഞ്ഞതിൻ്റെ ദിവസമുള്ള ചോദ്യമാണ്. ഇപ്പം നമ്മൾ വായിച്ചില്ലേ അലം തക്കുൻ ആയാത്തി എന്നുള്ള ഈ മരണസമയം. നമ്മൾ ആ ആയത്തിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കി ഞാൻ പറയാം അർത്ഥം. ഹത്ത ഇദാ ജാ അഹദഹുമുൽ മൗതു, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്ന സമയം. ആർക്കൊക്കെ? ആരെ മരണം? വേറൊരാളെ മരണമല്ല, അവനവൻ്റെ. ആ സമയത്ത് ഇവൻ പറയുന്ന വാക്ക് റബ്ബിർജിഊൻ, കാല റബ്ബിർജിഊൻ. എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാട്ടെ, ഈ ആയത്ത് ശരിക്കും തദബ്ബുർ ചെയ്യണം. ഇപ്പം നമ്മൾ മരിപ്പിക്കുന്ന സമയം അല്ല പറയാണ്. അപ്പം ഇവൻ പറയുന്ന വാക്ക് എന്നെ ഒന്ന് മടക്കണമേന്നാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം. എന്നെ മരിപ്പിക്കല്ല എന്നല്ല, എന്നെ മരിപ്പിക്കരുത് പടച്ചോനേന്നല്ല, എനിക്കിപ്പം മരിക്കണ്ട പടച്ചോനേന്നല്ല. പിന്നെന്താ പറഞ്ഞത്? എന്നെ മടക്കറെന്താ? ജീവിതത്തിലേക്ക് ഒന്നുകൂടി മടക്കിക്കൊണ്ട് റബ്ബേന്ന്. അപ്പം മടങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടോ പോവുകയാണെന്ന് ഉറപ്പിച്ചു അല്ലേ? പോണോടുന്നല്ല മടങ്ങുക. ഈ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. മരണം വരുന്ന സമയത്ത് പറയുന്നത് എന്നെ മരിപ്പിക്കല്ല പഠിച്ചോനെ എന്നല്ല, മറിച്ച് എന്നെ മടക്കിക്കൊണ്ട് റബ്ബേന ർജിഊനി. അപ്പോൾ എങ്ങോട്ടോ ഒന്ന് പോവുകയാണെന്ന് ഉറപ്പായി. ആ പോക്ക് പോയാൽ എനിക്ക് ഒരിക്കലും വിജയം ഉണ്ടാവൂല. അതുകൊണ്ട് എന്നെ ഒന്നും കൂടി എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് റബ്ബേ. എന്തിനാ മടക്കണമെന്ന് അറിയങ്ങൾ? നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. പലതും പാതി വഴിയിലാണ്. അയാൾ ഒരു വലിയൊരു ബിസിനസ്സിലേക്ക് അയാൾ പൈസ മുടക്കിയിട്ടുണ്ട്, തുടങ്ങണേ ഉള്ളൂ. അയാളെ മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, കല്യാണം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല കാര്യങ്ങൾക്കും ഇടയിൽ നിന്നാണ് നമ്മൾ പോവുക. ഓരോരുത്തരും മരിച്ചു പോകുന്നത്, മരിച്ചു പോകുക എന്നാ പറയാ, പോകാന്ന് പറയാം. അപ്പോൾ പലതിന് അടിയുന്നാണ് നമ്മൾ പോണത് അല്ലേ? പലതൊന്നും അടിയുന്നാ പോണത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മരിക്കണ സമയത്ത് ഇവൻ എന്നെ മടക്കിക്കൊണ്ടാന്ന് പറഞ്ഞത് എന്തിനാ അറിയോ?
ഈ ഉറപ്പിച്ച മോളെ കല്യാണം നടത്താനല്ല, ഈ ബിസിനസ് കൊണ്ടുനടക്കാനല്ല. പിന്നെ എന്തിനാണ്? ആ വാക്ക്, ആ സന്ദർഭം ആലോചിക്കണം. നമ്മൾ പറയുന്ന വാക്കെന്താന്ന് ശരിക്കും പഠിക്കണം. ഓരോരുത്തരും പറയാൻ പോകുന്ന വാക്കെന്താ? എനിക്ക് എന്നെ ഒന്നും കൂടി മടക്കിക്കൊണ്ട റബ്ബേ. എന്തിന്? ലഅല്ലി അഅമലു വൈകി ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ച കുറേ നല്ല കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ. ആലോചിച്ചു. കാരണം ആ പോണ പോക്ക് എവിടുക്കാണ് മരിച്ചു പോണത്, അവിടേക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങൾ അവിടുന്ന് ബോധ്യപ്പെടുകയാണ്. ഏത് സമയത്ത്? മരിക്കണ സമയത്ത്. അപ്പൊ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലാകണ്ട. എന്താ പറഞ്ഞത്? ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചിരുന്ന അമലു സാലിഹൻ, ഏറ്റവും നല്ല കർമ്മം ഏതാ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം ഏതാ? അതെ, ഏറ്റവും നല്ല കർമ്മം ഏതാണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ കർമ്മം ഏതാ? ഖുർആൻ പഠിക്കലാണ്. ഖുർആൻ പഠിക്കലാണ്. കാരണം എന്താ? ഖുർആൻ പഠിച്ച ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ നന്നായി നിസ്കരിക്കാൻ പറ്റുക. ഏത് അമലും ആർക്കാ മനസ്സറിഞ്ഞ് ഒറിജിനൽ രൂപത്തിൽ ചെയ്യാൻ പറ്റുക? ഖുർആൻ പഠിക്കുന്ന. ഖുർആൻ പഠിക്കുന്നതിനോളം അതിന് എന്താന്നുള്ളത്, അതാണ് ഈ വരാൻ പോണ ആയത്തിന് എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങൾ ഏറ്റവും നല്ല കാര്യം റബ്ബേ ഞാൻ ചെയ്യാം, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹ് പറയും കല്ല, ഇല്ല, ഇനി അവസരമില്ല. കലിമത്തുൻ ഹുവ ഖായിലുഹ, അതൊരു വെറും വർത്തമാനം മാത്രം, സ്വീകരിക്കപ്പെടൂല. ഒരു വെറും വർത്തമാനമാണ്. കലിമത്തുൻ ഹുവ ഖായിലുഹ. അതുകൊണ്ട് വമിൻ വറാഇഹിം, ഇനി എനിക്ക് മടങ്ങാളത് കൊടുക്കുക. ബർസഖുൻ, ആയത്ത് വായിക്കേ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി, ഈ പുനരുദ്ധാരണ നാൾ വരെ ഇനി നിനക്ക് കിടക്കാനുള്ളത് ബർസഖില. ബർസഖിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടാ? ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസബ ബൈനഹും, ഇനി കാഹളത്തിൽ ഊതപ്പെടും. ബർസഖ് കഴിഞ്ഞാൽ, ബർസഖിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ, ഖബർ ജീവിതം കഴിഞ്ഞാൽ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോണത്? ഫലാ അൻസബ ബൈനഹും യൗമഇദ്, അന്നേ ദിവസം ഒരു കുടുംബ ബന്ധവുമില്ല. ബന്ധങ്ങളൊക്കെ മരിക്കണത് വരെ ഉള്ളൂ. എല്ലാ ബന്ധവും, ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം, ഞാൻ മരിച്ചത് കൂട്ടിട്ട് തൊലാക്ക് സംഭവിച്ചു, ഞാൻ തൊലാക്ക് ചൊല്ലണമെന്നൊന്നുമില്ല, ഞാൻ മരിക്കുന്നതോട് കൂടിയിട്ട് തൊലാക്ക് സംഭവിച്ചു. ഞാൻ മരിച്ച് 4 മാസവും 10 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വേറൊരാളെ കല്യാണം കഴിക്കാം. എല്ലാ ബന്ധങ്ങളും മുറിയും, ഒരു ബന്ധം ഉണ്ടാവില്ല, എല്ലാം പോയി. വലായത്തസാഅലൂൻ, ഒരു പരസ്പരം ചോദ്യം പോലും ഇല്ല. മഹ്ശറില് വാപ്പാനെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ, ഭാര്യനെ കാണുമ്പോൾ മുണ്ടൂലാന്ന്. എത്ര ആൾക്കാർ മരിച്ചുപോയി അല്ലേ? അപകടത്തില് 10, 20, 26 വയസ്സുള്ള കാലത്ത് ഭർത്താവ് അപകടത്തിൽ മരിച്ചതാണ്. ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ പിന്നാലെ ഓടിക്കരഞ്ഞ പെണ്ണ് അല്ലേ? ഇനി ആ ഭർത്താവിനെ മഹ്ശറിന്ന് കാണുമ്പോൾ ഒരു സംസാരം ഉണ്ടാവില്ല എന്നാ. ആര് തമ്മിൽ ഒരു സംസാരം ഉണ്ടാവില്ല, ഒരു സംസാരമാണ് അവിടെ. ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രം. പിന്നെ സ്വർഗത്തിലെത്തിയതിനു ശേഷം അള്ളാഹു തആല നല്ല കുടുംബത്തെ, നല്ല മക്കളെ, നല്ല ഇണകൾ അള്ളാഹു ചേർത്ത് കൊടുക്കും. അതാണ് ഖുർആൻ അള്ളാഹ് പറഞ്ഞത്, അവരെ ചേർക്കും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല ബന്ധങ്ങൾ. യൗമുൽ ബഅസിന്റെ അന്ന് ആർക്കും ആരെയും നോട്ടല്ല. കാരണം അവനവന്റെ കാര്യം തീരുമാനാകാൻ പോവുക. എങ്ങനെ? അവനവന്റെ കാര്യം തീരുമാനാകാൻ പോവാണ്. തീരുമാനിച്ചിട്ടില്ല. ഇതെപ്പോഴാ ചേർത്ത് കൊടുക്കല്? സ്വർഗത്തിനാ. അതിന് മുമ്പ് എന്തില്ല? മഹ്ശറിലേക്ക് നിൽക്കുക. അവനവന്റെ കാര്യം, അംബിയാ മുർസലീങ്ങൾ വരെ അവനവന്റെ കാര്യം നോക്കി നിൽക്കുന്ന സമയം. ഒരു ബന്ധമില്ല, ഒരു അന്വേഷണവും അവിടെ ഇല്ല. ഇവിടെ അള്ളാഹ് പറയാണ് ബാക്കി, ഫമൻ സഖുലത്ത് മവാസീനുഹു, ആരുടെ അമല് കനം തൂങ്ങിയോ, ഓരോരുത്തരും അതിനു വേണ്ടി നിൽക്കുക. അവനാന്റെ കർമ്മം തൂക്കി കണക്കാക്കാൻ വേണ്ടി നിൽക്കുക. ആരത് കനം തൂങ്ങിയോ അവന് വിജയിച്ചു. അവൻ ഖഫത്ത് മവാസീനുഹു, ആരതാണ് കുറഞ്ഞത്, ഫൗലായിക്കല്ലദിന ഖസിറു അൻഫുസഹും, അവൻ സ്വന്തം തന്നെ നഷ്ടപ്പെടുത്തിയവനാ. അവനെ തന്നെ ഇല്ലാതാക്കിയവനാണ്. ഫി ജഹന്നമ ഖാലിദൂൻ, നരകത്തിൽ ശാശ്വതരാ. എന്താ നരകം? തൽഫഹു വുജൂഹു മുന്നാർ, നരകം മുഖത്തിന്റെ മാംസം കരിച്ചു കളയും. ഫഹും കാലിഹൂൻ, അപ്പൊ അവര് പല്ലിളിച്ച രൂപത്തിലായിരിക്കും. മുഖത്തെ മാംസമൊക്കെ പോയാൽ പിന്നെ മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെ, തലന്റെ ഷേപ്പ് എങ്ങനെ, പല്ലിളിച്ച്, അസ്ഥികൂടം കണ്ടില്ല ഞങ്ങൾ, പല്ലിളിച്ച രൂപത്തിലായിരിക്കും. കാലിഹു എന്ന് പറഞ്ഞാൽ അതാണ്.
അലം തക്കുൻ, കേട്ടോളി, അലം തക്കുൻ, ആ വായിക്കേ, ഇനി അതാ വായിക്കണ്ടേ, അതിനാണ് നമ്മളിത് വായിച്ചത്. അലം തക്കുൻ ആയാത്തി തുത്തലാലേക്കും, നിങ്ങൾക്കുമേൽ എൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവോ? കണ്ടാ, ഫക്കുൻതും ബിഹാത്തുക്ക്, നിഷേധിച്ച് തള്ളി. നിഷേധിക്കാൻ പറഞ്ഞാൽ ഖുർആനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ ആൾക്കാരാന്ന് പറഞ്ഞത് പഠിക്കാതെ മെയിൻ്റെ ചെയ്യാതെ തള്ളിക്കളയുന്നവരുണ്ട്. അവരെ കയ്യിൽ പെടും. കാലു പറയുന്ന വാക്ക് കേട്ടോളെ, റബ്ബന, ഈ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലബത്ത് അലൈനാഷിക്ക് വത്തുന, ഞങ്ങൾ ഭാഗ്യം കെട്ടോലായി പോയി റബ്ബേ. വലബത്ത് അലൈനാഷിക്ക് വത്തുന, ഞങ്ങളെ ദൗർഭാഗ്യം ഞങ്ങൾ അതിജയിച്ചു റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാതായി പോയി. ഏതിനുള്ള ഭാഗ്യം? ഖുർആൻ ഓതിക്കൽപ്പിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റാതെ പോയി. ഞങ്ങളെ മഹലിൽ ഉണ്ടേനി, പള്ളിക്കൽ ഉണ്ടേനി എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ അത് സംഭവം ഉണ്ടായിരുന്നു അറിയാം. പക്ഷെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ലാതെ പോയി. സുബ്ഹാനല്ലാഹ്. വലബത്ത് അലൈനാഷിക്കവത്തുന, ഞങ്ങളെ ദൗർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു പോയി പടച്ചോനെ. അതുകൊണ്ട് വക്കുന്ന കൗമൽ വാലീൻ, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ജീവിതത്തിൻ്റെ റൂട്ട് തെറ്റിപ്പോയി. ഞങ്ങൾ റൂട്ട് തെറ്റിയവരായി ജീവിച്ചു. കാരണം എന്താ? ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ ഭാഗ്യം ഏതാണ്? ഖുർആൻ ഓതിക്കൽപ്പിക്കപ്പെടുന്നിടത്ത് പോകുക എന്നുള്ള ഭാഗ്യമാണ്. കാല അള്ളാഹ് പറയുക, അവിടെ കിടന്നോളി, മാനം കെട്ട് അവിടെ കിടക്കുക, മാനം കെട്ട് അവിടെ കിടക്കുക. വലാ തുക്കല്ലിമൂൻ, ഒരു വാക്ക് പോലും മിണ്ടരുത്, തൊള്ള തുറക്കരുതെന്നാ പറഞ്ഞത്. വലാ തുക്കല്ലിമൂൻ, ഒരു വാക്ക് പോലും പറയരുത്, മിണ്ടരുത്, തൊള്ള തുറക്കരുത്, അവിടെ കിടന്നോളി എന്നുള്ള പറയും. അവർ വീണ്ടും പറയും, റബ്ബന അഖ്രിജ്നാ മിൻഹ, ഒന്ന് നരകത്തെ പുറത്താക്കിക്കൊണ്ട് പഠിച്ചോളെ. അപ്പൊ അള്ളാഹ് പറയുന്ന വാക്കെന്താ അറിയോ? ഫൈൻ ഉദ്ദിന ഫൈന വാലിബുൻ, നിങ്ങളെ മടക്കി അരിച്ചോളി, നിങ്ങൾ വീണ്ടും ഈ അക്രമം ചെയ്യും. മടക്കിയാലും നിങ്ങൾ നന്നാവൊന്നുമില്ല, നിങ്ങൾക്ക് തിരിച്ചു തന്നാലും നിങ്ങൾ ഭയപ്പെടേനാവും. എന്നിട്ട് കേട്ടോളെ, ഇത് വളരെ പ്രധാനമാണ്. കാല, അള്ളാഹ് പറഞ്ഞ വാക്കാണ്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ, തീർച്ചയായും നിങ്ങളെ കൂട്ടത്തിൽ എൻ്റെ ചില അടിമകൾ ഉണ്ടായിരുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ നമ്മൾ പഠനം. നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ചില അടിമകൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു അവർ? യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീം. ഇതെപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളെ കൂട്ടത്തിൽ എൻ്റെ ചില അടിമകൾ ഉണ്ടായിരുന്നു, അവർ പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥന? റബ്ബന ആമന്ന, റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുത്തുണ്ട് റബ്ബെ. വർഹംന, ഞങ്ങളുടെ കരുണ കാണിക്ക റബ്ബെ. ഇന്നക അൻത അർഹമുർ റഹീമീൻ, തീർച്ചയായും നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും മുന്തിയ, ഏറ്റവും ഖൈറായ, ഉത്തമനായ, ഏറ്റവും നല്ല കാരുണ്യവാനായിരുന്നു റബ്ബെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിരണം, ഞങ്ങളുടെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ച ചില അടിമകൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ അടിമകളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. റബ്ബന ആമന്ന വഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീം. ഇതെപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബത്ത് ഖുർആൻ പഠിതാക്കൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബന ആമന്ന വഗ്ഫിർ ലനാ വർഹംനാ, റബ്ബന ആമന്ന വഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ, വഅൻത ഖൈറുർ റഹീം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അപ്പം ഫത്തഖ്തുമുഹും സഖരിയൻ ഹത്താ അൻസഊകും ദിക്രി വകുൻതും മിൻഹു തൽഹഖൂൻ. അപ്പം എന്താ ഉണ്ടാകുന്ന അറിയങ്ങൾ? ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ വരുന്ന ആളുകൾക്കെതിരിലൊക്കെ പല ആൾക്കാരും കളിയാക്കി ചിരിക്കും, പരിഹസിക്കും, കളിയാക്കും, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും. ഓ, മുപ്പത്തേര് രാവിലെ തന്നെ ഖുർആൻ എടുത്ത് ഇറങ്ങിയിരിക്കണ്, കാർ എടുത്ത് ഇറങ്ങിയിരിക്കണ്, അല്ലെങ്കിൽ രാവിലെ തന്നെ പോകുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സിന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു. പരിഹസിക്കുന്ന ആൾക്കാർ അയൽപക്കത്തും കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പരിഹാസമൊക്കെ ക്ഷമിച്ചിട്ട് സഹിച്ചിട്ട് അവർ വന്നു. അതുകൊണ്ട് ഇന്നി ജസൈതുമുൽ യൗമ ബിമാ സബറു, അവരാ ക്ഷമിച്ചത് കാരണം, മറ്റുള്ളവരുടെ പരിഹാസവും കളിയാക്കി ചിരിക്കലൊക്കെ ക്ഷമിച്ചത് കാരണം അവർക്ക് നാം പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണെന്ന്. അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവരാണ് വിജയിച്ചവർ.
അപ്പം ഞാനിത് പറഞ്ഞത് ഖുർആൻ ആയത്തുകൾ നമ്മൾ ഓതിക്കേൾപ്പിക്കപ്പെടുക, ഓതുക, ആ സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹ് സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.